കേരളത്തിൻ്റെ ഒരു തനത് കലാരൂപമാണ് കഥകളി എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു കലോത്സവ നഗരിയിൽ കഥകളി വേഷമണിഞ്ഞ് ഓരോ വിദ്യാർത്ഥികളെയും കാണുമ്പോൾ ആ ഒരു കേരളത്തിൻ്റെ തനിമ ഇവിടെ കലോത്സവ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതിൻ്റെ ഒരു ഉപമ കൂടിയാണ്. ഇവിടെ നമ്മുടെ കഥകളി കഴിഞ്ഞ് ഇപ്പോൾ വേദിയിൽ നിന്ന് ഇറങ്ങിയ ഒരു കുട്ടിയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെ നികേഷേട്ടാ? അവരുടെ അധ്യാപകൻ കൂടി നമ്മുടെ കൂടെയുണ്ട്. മോൻ്റെ പേര് രമേശ്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? കണ്ണൂർ ജില്ലയിൽ സെന്റ് മൈക്കിൾസ്. അപ്പോൾ ആശാന്റെ പേരെന്താ? ഞാൻ കലാമണ്ഡലം വെങ്കിട്ടരാമൻ, കല്ലേക്കുളങ്ങര, പാലക്കാട് നിന്ന് വരുന്നു. സാറിന്റെ എത്ര കുട്ടികളുണ്ട്? ഇന്ന് 9 കുട്ടികളുണ്ട്. 9 കുട്ടികൾ ഇവിടെ ഉണ്ട് ജില്ലാ കലോത്സവത്തിൽ അല്ലേ? അപ്പൊ നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ മാത്രമാണോ സാർ പഠിപ്പിക്കുന്നത്? അല്ല, പാലക്കാട് ജില്ലയിലുണ്ട്. പാലക്കാട് കണ്ണൂർ ജില്ലയിലായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കഥകളിക്ക് അഭ്യസിക്കാറുണ്ട്. കുട്ടികളെ സബ് ജില്ല, ജില്ല, സംസ്ഥാനം വരെ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ ഈ കഥകളിയുടെ അദ്വൈത ചെയ്ത കഥകളിയുടെ തീം എന്തായിരുന്നു? അയാള് കാലകേവതം കഥയിലെ അർജുനന്റെ ഇന്ദ്രനെ, അതായത് സ്വന്തം പിതാവായ ഇന്ദ്രനെ കാണാനായിട്ട് അർജുനൻ സ്വർഗത്തിലെത്തി. ആ സമയത്ത് അർജുനനെ കണ്ട, അതായത് ഇന്ദ്രൻ ആണ് അച്ഛൻ എന്നറിയാം അർജുനന്. പക്ഷെ ആദ്യമായി കാണുകയാണ്. ജനിച്ചതിന് ശേഷം അച്ഛനെ കാണാത്ത അർജുനൻ കാലങ്ങൾക്ക് ശേഷം അച്ഛൻ്റെ ആഗ്രഹപ്രകാരം സ്വർഗത്തിലെത്തി. അപ്പോൾ സ്വർഗത്തിലെത്തിയ ശേഷമുള്ള ആ അച്ഛനോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്നതും ഇഷ്ടം പ്രകടിപ്പിക്കുന്നതും ഒപ്പം അച്ഛൻ്റെ ഉദ്ദേശമാണ് ഞാൻ നിറവേറ്റേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ പ്രകടനമാണ് ഈ സമയത്ത് അർജുനൻ ചെയ്യുന്നത്. ആ ഒരു ഭാഗമാണ് ഇതിൽ ചെയ്തത്. അതിൽ വളരെ ചിട്ടപ്രധാനമാണ്. പ്രത്യേകിച്ച് ചിട്ടപ്രധാനമായുള്ള കോട്ടയം കഥകളുടെ 4 കഥകളാണ്. അതിലത്തെ കാലകേവതം കഥയിലത്തെ അർജുനൻ്റെ ഭാഗമാണ് ചെയ്തത്. എന്തായാലും സാർ, നമുക്കിത് പറയുമ്പോൾ ഇന്ന് കുട്ടികൾ ഈ രംഗത്ത് പ്രത്യേകിച്ച് കഥകളി പോലുള്ള കലാരൂപങ്ങൾ പഠിക്കുന്നതിനും അത് വേദിയിൽ അവതരിപ്പിക്കുന്നതിനും വേണ്ടി തയ്യാറാവുന്നുണ്ട്. ചിലപ്പോൾ യുവജനോത്സവ വേദികളിൽ മാത്രമായി ഒതുങ്ങുന്നുണ്ടോ ഇത്തരം കലാരൂപങ്ങൾ? എന്താണ് അതേക്കുറിച്ച് പറയുന്നത്? അല്ല, പണ്ടത്തെ അപേക്ഷിച്ച് പണ്ട് കലോത്സവ വേദിയിൽ മാത്രമായിരുന്നു പല കലകളെങ്കിലും ഇന്നിപ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ പോക്ക് തന്നെ വളരെ സ്പീഡായിട്ടുണ്ട്. ആ സ്പീഡിനനുസരിച്ച് എല്ലാ ജില്ലകളിലും അതായത് എല്ലാ കലകളും അഭ്യസിപ്പിക്കാൻ ശാസ്ത്രീയമായി അറിയുന്ന ആചാര്യന്മാരോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളുണ്ട്. അത് നൃത്തമായാലും, അത് കഥകളി പോലുള്ള കലയായാലും, വാദ്യമായാലും, സംഗീതമായാലും, ഇപ്പോൾ തായമ്പക പഠിക്കൽ, പഞ്ചവാദ്യം പഠിക്കൽ, മേളം പഠിക്കൽ, ഇതൊക്കെ ഈ കാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ജില്ലകളിലും പ്രായഭേദമന്യേ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് അതിന് അവസരമുണ്ട്. പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് ബഹുജനങ്ങൾ എല്ലാം കലകൾ പഠിക്കാൻ സമയം കണ്ടെത്തുന്നു. കുടുംബത്തിൽ നിന്ന് സംസാരിച്ച് കുടുംബിനിയായുള്ള സ്ത്രീകൾ ഇറങ്ങി വരുന്നുണ്ട്, പുരുഷന്മാരുണ്ട്, തൊഴിൽ രംഗത്തുള്ളവരുണ്ട്. നല്ലൊരു മുന്നേറ്റമാണിത്. എന്തായാലും കഥകളി വേദിയിൽ നവരസ ഭാവങ്ങൾ മിന്നിമറിഞ്ഞപ്പോൾ കാണാനും ഒരുപാട് ആളുകൾ പയ്യന്നൂരിലെ കലോത്സവ നഗരിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കഥകളി കൂടെ കാണാം. പയ്യന്നൂരിൽ നിന്ന് ക്യാമറമാൻ അഗ്നിവേശിനോടൊപ്പവും ചാന്ദിനിയോടൊപ്പവും നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്.